Hi friends, welcome back to Kerala PSC Exam Topper. എൻ്റെ പേര് റോബിൻസ് എന്നാണ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത് കേരള PSC റാങ്ക് നിർണ്ണയിക്കുന്ന കുറച്ച് ചോദ്യങ്ങളാണ്. വ്യത്യസ്തങ്ങളായ കുറച്ച് ചോദ്യങ്ങളാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക. ഇന്ത്യയിൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളുടെ പ്രവർത്തനം നിയന്ത്രിക്കുന്ന സ്ഥാപനം ഏതാണ്? സെബിയാണ്. സെബിയാണ് ഇന്ത്യയിൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളുടെ പ്രവർത്തനം നിയന്ത്രിക്കുന്ന സ്ഥാപനം. ഐക്യരാഷ്ട്രസഭയുടെ യൂറോപ്യൻ ആസ്ഥാനം ജനീവയാണ്. ജനീവയിലാണ് ഐക്യരാഷ്ട്രസഭയുടെ യൂറോപ്യൻ ആസ്ഥാനം. ആദിഭാഷ എന്ന കൃതി രചിച്ചത് ചട്ടമ്പി സ്വാമികളാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, ചട്ടമ്പി സ്വാമികളാണ് ആദിഭാഷ എന്ന കൃതി രചിച്ചത്. അയ്യാവഴി തിയോളജി ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? വൈകുണ്ഠ സ്വാമികളുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കുക, അയ്യാവഴി തിയോളജി വൈകുണ്ഠ സ്വാമികളുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. പ്ലീസ് ഫ്രണ്ട്സ്, if you are not subscribed my channel, please subscribe my channel and press bell icon for future video also, and please support with this video for future videos also. നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. മാർത്താണ്ഡവർമ്മ എന്ന പ്രസിദ്ധ മലയാള നോവലിൻ്റെ കർത്താവാണ് CV രാമൻപിള്ള. CV രാമൻപിള്ളയാണ് മാർത്താണ്ഡവർമ്മ എന്ന പ്രസിദ്ധ മലയാള നോവലിൻ്റെ കർത്താവ്. കുടുംബശ്രീ പദ്ധതി നിലവിൽ വന്ന വർഷമാണ് 1998. 1998 കുടുംബശ്രീ പദ്ധതി നിലവിൽ വന്നത്. കേരളത്തിൽ പ്രതിശീർഷ വരുമാനം കൂടുതലുള്ള ജില്ല എറണാകുളമാണ്. കേരളത്തിൽ പ്രതിശീർഷ വരുമാനം കൂടുതലുള്ള ജില്ല എറണാകുളമാണ്. പാസ്കൽ ഏതിൻ്റെ യൂണിറ്റാണ്? മർദ്ദത്തിൻ്റെ യൂണിറ്റാണ് പാസ്കൽ. പാസ്കൽ മർദ്ദത്തിൻ്റെ യൂണിറ്റാണ്. നമുക്കിനി അടുത്ത ചോദ്യം നോക്കാം. ഇന്ത്യയുടെ 29ാമത്തെ സംസ്ഥാനമാണ് തെലുങ്കാന. തെലുങ്കാനയാണ് ഇന്ത്യയുടെ 29ാമത്തെ സംസ്ഥാനം. 2013 രാജ്യത്തെ പരമോന്നത ബഹുമതിയായ ഭാരതരത്ന ലഭിച്ചത് കായിക താരമാണ് സച്ചിൻ തെണ്ടുൽക്കർ. 2013 രാജ്യത്തെ പരമോന്നത ബഹുമതിയായ ഭാരതരത്ന ലഭിച്ച കായിക താരമാണ് സച്ചിൻ തെണ്ടുൽക്കർ. ഐക്യരാഷ്ട്രസഭയുടെ പബ്ലിക് സർവീസ് അവാർഡിന് അർഹമായ വ്യക്തിയാണ് ഉമ്മൻചാണ്ടി. ഇപ്പോഴത്തെ കേരള ഗവർണറാണ് പി സദാശിവം. പി സദാശിവമാണ് ഇപ്പോഴത്തെ കേരള ഗവർണർ. 1857 കലാപത്തിൽ പങ്കെടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട നേതാവാണ് ഝാൻസി റാണി. ഝാൻസി റാണിയാണ് 1857 കലാപത്തിൽ പങ്കെടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ്. ഇന്ത്യയിലെ പ്രധാന എണ്ണഘടന കേന്ദ്രം മുംബൈ ആണ്. മുംബൈയാണ് ഇന്ത്യയിലെ ആദ്യത്തെ പ്രധാന എണ്ണഘടന കേന്ദ്രം. ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിക്കുന്ന ഇന്ത്യയിലെ 5ാമത്തെ ഭാഷയാണ് മലയാളം. 5ാമത്തെ ഭാഷയാണ് മലയാളം. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാലം കേന്ദ്ര പ്രതിരോധ വകുപ്പ് മന്ത്രി പദം അലങ്കരിച്ച വ്യക്തിയാണ് AK ആൻ്റണി. AK ആൻ്റണിയാണ് ഏറ്റവും കൂടുതൽ കാലം പ്രതിരോധ മന്ത്രിയായിരുന്നത്. തിയോഡൈലൈറ്റ് നിരപ്പുള്ളതും ലംബവുമായ കോണുകളെ അളക്കാനാണ് തിയോഡൈലൈറ്റ് ഉപയോഗിക്കുന്നത്. തെർമോസ്റ്റാറ്റ് താപത്തെ സ്ഥിരമായി നിലനിർത്താനാണ് ഉപയോഗിക്കുന്നത്. തെർമോസ്റ്റാറ്റ് താപത്തെ സ്ഥിരമായി നിലനിർത്താനാണ് ഉപയോഗിക്കുന്നത്. പെരിസ്കോപ്പ് അന്തർവാഹിനിയിൽ ഇരുന്ന് ജലോപരിതലത്തിലുള്ള വസ്തുക്കൾ നിരീക്ഷിക്കാനാണ് പെരിസ്കോപ്പ് ഉപയോഗിക്കുന്നത്. പെരിസ്കോപ്പ് ഉപയോഗിക്കുന്നത് അന്തർവാഹിനിയിൽ ഉള്ളിലിരുന്ന് ജലോപരിതലത്തിലുള്ള വസ്തുക്കളെ നിരീക്ഷിക്കുവാനാണ്. പൈറോമീറ്റർ ദൂരെയുള്ള ഉയർന്ന ഊഷ്മാവ് രേഖപ്പെടുത്താനാണ് പൈറോമീറ്റർ ഉപയോഗിക്കുന്നത്. പൈറോമീറ്റർ ഉപയോഗിക്കുന്നത് ദൂരെയുള്ള ഉയർന്ന ഊഷ്മാവ് രേഖപ്പെടുത്താൻ വേണ്ടിയാണ് പൈറോമീറ്റർ ഉപയോഗിക്കുന്നത്. മാനോമീറ്റർ വാതകമർദ്ദം അളക്കാനാണ് ഉപയോഗിക്കുന്നത്. മാനോമീറ്റർ ഉപയോഗിക്കുന്നത് വാതകമർദ്ദം അളക്കാൻ വേണ്ടിയാണ്. റെയിൻ ഗേജ് ഒരു സ്ഥലത്ത് പെയ്യുന്ന മഴ അളക്കാനാണ് റെയിൻ ഗേജ് ഉപയോഗിക്കുന്നത്. ടെലസ്കോപ്പ് ദൂരെയുള്ള വസ്തുക്കളെ വലുതാക്കി കാണാനും ബൈനോക്കുലർ ദൂരെയുള്ള വസ്തുക്കളെ അടുത്ത് കാണാനാണ് ബൈനോക്കുലർ ഉപയോഗിക്കുന്നത്. നമുക്കിനി അടുത്ത ചോദ്യം നോക്കാം. കേരളത്തിൻ്റെ വിസ്തീർണം 38,863 ചതുരശ്ര കിലോമീറ്ററാണ്. കേരളത്തിലെ ബ്ലോക്ക് പഞ്ചായത്തുകൾ 152 152 ബ്ലോക്ക് പഞ്ചായത്തുകളാണ് കേരളത്തിലുള്ളത്. കേരളത്തിൽ ഗ്രാമപഞ്ചായത്തിലാണ് 941. കേരളത്തിലെ റവന്യൂ ഡിവിഷനുകൾ 21 21 റവന്യൂ ഡിവിഷനുകളാണ് ഉള്ളത്. കേരളത്തിലെ താലൂക്കുകളുടെ എണ്ണം 77. കേരളത്തിലെ ബ്ലോക്ക് പഞ്ചായത്തുകളുടെ എണ്ണം 152. അടുത്തത് കേരളത്തിലെ കോർപ്പറേഷനുകൾ 6. കേരളത്തിൽ 6 കോർപ്പറേഷനുകളാണ് ഉള്ളത്. കേരളത്തിൽ നഗരസഭകളുടെ എണ്ണം 87 നഗരസഭകളാണ് കേരളത്തിൽ ഉള്ളത്. കേരളത്തിൽ നിയമസഭാ മണ്ഡലങ്ങളാണ് 140. എന്നാൽ കേരളത്തിലെ നിയമസഭാ അംഗങ്ങളുടെ എണ്ണം
141 ഒരു ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധി കൂടി കൂട്ടിയാണ് 141. നിയമസഭ അംഗങ്ങളുടെ എണ്ണം 141. കേരള പഴമ എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവ് ഹെർമൻ ഗുണ്ടർട്ടാണ്. ഹെർമൻ ഗുണ്ടർട്ടാണ് കേരള പഴമ എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവ്. കേരളത്തിൽ നിന്ന് കണ്ടെത്തിയ ആദ്യത്തെ ചരിത്രരേഖയാണ് വാഴപ്പള്ളി ശാസനം. വാഴപ്പള്ളി ശാസനമാണ് കേരളത്തിൽ നിന്ന് കണ്ടെത്തിയ ആദ്യ ചരിത്രരേഖ. വാഴപ്പള്ളി ശാസനം പുറപ്പെടുവിച്ച ഭരണാധികാരിയാണ് രാജശേഖരവർമ്മൻ. രാജശേഖരവർമ്മനാണ് വാഴപ്പള്ളി ശാസനം പുറപ്പെടുവിച്ച ഭരണാധികാരി. അടുത്ത ചോദ്യം, നവശിവായ എന്ന് ആരംഭിക്കുന്ന ശാസനമാണ് വാഴപ്പള്ളി ശാസനം. നവശിവായ എന്നാരംഭിക്കുന്ന ശാസനമാണ് വാഴപ്പള്ളി ശാസനം. കൃത്യമായി തീയതി നിർണ്ണയിക്കാൻ കഴിഞ്ഞിട്ടുള്ള കേരളത്തിലെ ആദ്യ ശാസനമാണ് തരിസാപ്പള്ളി ശാസനം. AD 849. കൃത്യമായി തീയതി നിർണ്ണയിക്കാൻ കഴിഞ്ഞിട്ടുള്ള കേരളത്തിലെ ആദ്യ ശാസനമാണ് തരിസാപ്പള്ളി ശാസനം. തരിസാപ്പള്ളി ശാസനം കോട്ടയം ചേപ്പാട് പുറപ്പെടുവിച്ച ഭരണാധികാരിയാണ് സ്ഥാനു രവിവർമ്മൻ. മാമ്പള്ളി ശാസനം പുറപ്പെടുവിച്ച ഭരണാധികാരിയാണ് ശ്രീവല്ലഭൻ കോത. ശ്രീവല്ലഭൻ കോതയാണ് മാമ്പള്ളി ശാസനം. T20 ക്രിക്കറ്റിൽ 8000 റൺസ് നേടുന്ന ആദ്യ ഇന്ത്യൻ താരമാണ് സുരേഷ് റൈന. T20 ക്രിക്കറ്റിൽ 8000 റൺസ് നേടുന്ന ആദ്യ ഇന്ത്യൻ താരമാണ് സുരേഷ് റൈന. അന്താരാഷ്ട്ര 2020 ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടിയ രാജ്യമാണ് അഫ്ഗാനിസ്ഥാൻ അയർലാൻഡിനെതിരെ. അന്താരാഷ്ട്ര T20 ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടിയ താരമാണ് അഫ്ഗാനിസ്ഥാൻ അയർലാൻഡിനെതിരെ. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച തേജസ് യുദ്ധവിമാനം പറത്തുന്ന ആദ്യ ഇന്ത്യൻ വനിതയാണ് PV സിന്ധു. PV സിന്ധുവാണ്. അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ഏറ്റവും അധികം സിക്സർ നേടിയ താരമാണ് ക്രിസ് ഗെയിൽ. ക്രിസ് ഗെയിലാണ് അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ഏറ്റവും അധികം സിക്സർ നേടിയ താരം. കുമാരനാശാന് മഹാകവി പദവി നൽകിയത് ആരാണ്? മദ്രാസ് യൂണിവേഴ്സിറ്റിയാണ് കുമാരനാശാന് മഹാകവി പദവി നൽകിയത്. പ്രത്യേകം ശ്രദ്ധിക്കുക. കേരളത്തിൽ മരച്ചീനി കൃഷിയെ പ്രോത്സാഹിപ്പിച്ച രാജാവാണ് ശ്രീ വിശാഖം തിരുനാൾ. ശ്രീ വിശാഖം തിരുനാളാണ് കേരളത്തിൽ മരച്ചീനി കൃഷി പ്രോത്സാഹിപ്പിച്ചത്. കേരളത്തിൽ ആയുർവേദ പ്രചരിപ്പിച്ച മതവിഭാഗമാണ് ബുദ്ധമതം. കേരളത്തിൽ ആയുർവേദ വിഭാഗം പ്രചരിപ്പിച്ച മതവിഭാഗമാണ് ബുദ്ധമതം. താങ്ക് യു ഫ്രണ്ട്സ്. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഇതുവരെ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ ആൻഡ് ഡോണ്ട് ഫോർഗെറ്റ് ടു പ്രസ് ബെൽ ഐക്കൺ ഫോർ ഫ്യൂച്ചർ വീഡിയോ.